CJP ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്ത് ജാൻമണി, രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ ദിയാസൺ ഇവരൊക്കെ ഒരുമിച്ച് അവിടെ പോയിട്ട് അതിനകത്ത് പങ്കെടുക്കുകയും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാൻമണിയൊക്കെ അവിടെ പോയി പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്ത സമയത്ത് കുറെ ആളുകൾ ഇത്രയും നാൾ ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഹേറ്റും കളിയാക്കലും ഒക്കെ മാറ്റി നിർത്തി ഒരുപാട് പേർ ജാൻമണിയെ സപ്പോർട്ട് ചെയ്തു. ആ പറഞ്ഞവരെ കൊണ്ട് തന്നെ തള്ളയ്ക്കും തന്തയ്ക്കും വെളുപ്പിക്കുന്ന പരിപാടിയാണ് ജാൻമണി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാൻമണി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു ഫാക്ട് ചെക്ക് നടത്താത്ത ചുമ്മാതെ ഒരു ബ്ലണ്ടർ അടിച്ചുവിടുകയുണ്ടായി. ഈ ഒരു കാര്യം ജാൻമണി ചെയ്തത് ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വൃത്തിയുടെ പരിപാടി. നമുക്കൊരാളെ വിമർശിക്കാം, മാന്യമായിട്ട് വിമർശിക്കാം, സർക്കാസ്റ്റിക്കലി വിമർശിക്കാം. പക്ഷേ ഈ രീതിയിൽ അതും പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ ദിവസം ജാൻമണി ഈ മീഡിയസിനെ കണ്ട സമയത്ത് ജാൻമണിയുടെ വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ നിലവിലില്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാനൊന്ന് വെക്കാം. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിച്ച് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്യുന്ന വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കലവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കും ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കും ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നത്. ആ തമ്പാക്കും അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. മോദിയുടെ അച്ഛൻ 1947 മരിച്ചുപോയി. മോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇത്തരത്തിലാണ് ജാൻമണിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. ആദ്യം പുള്ളി പോയി തന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വാ എന്നുള്ള രീതിയിലാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ജാൻമണിക്ക് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. മോദിയുടെ പിതാവ് ദാമോദർ ദാസ് മുൽചന്ദ് മോദി, പുള്ളി മരിക്കുന്നത് 1989 ബോൺ ക്യാൻസർ വന്നിട്ടാണ്. അല്ലാതെ ജാൻമണി പറഞ്ഞ പോലെ 1947 ഇത് ജാൻമണിക്ക് എവിടെ നിന്ന് കിട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു കോൺഗ്രസ് സപ്പോർട്ടർ ആയിട്ടുള്ള രാകേഷ് തൻവർ പൃഥ്ല എന്ന് പറഞ്ഞ ഒരുത്തൻ, അവൻ അടിച്ചുവിട്ട ഒരു मोदी जी के पिताजी आज़ादी के आंदोलन में जेल में गए और वहीं आंदोलन के दौरान उनकी मौत हो गई। मैं ये सोच रहा था, जब उनकी मौत 1947 से पहले हो गई तो मोदी जी का जन्म 1950 में कैसे हुआ? सॉरी, वो किसी की पोल नहीं खोलनी चाहिए, बट भक्तों लगे रहो. ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഇവൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. മോദിജി ഫാദർ ഡൈഡ് ബിഫോർ 1947 ഡ്യൂറിംഗ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മോദി വാസ് ബോൺ ഇൻ 1950. ഇവന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 971K 9 ലക്ഷത്തിൽ ഓൾമോസ്റ്റ് 10 lakh ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഇത് വന്നേക്കുന്നത്. കോൺഗ്രസ് ഭക്തനാണ്. ഇതുപോലുള്ളവന്മാർ പറയുന്നത് കേട്ടിട്ടായിരിക്കണം ഈ ജാൻമണി മീഡിയാസിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ വെച്ച് വീഡിയോസ് അടിച്ചിറക്കുന്നുണ്ട്. അത്രയും ഒറിജിനാലിറ്റി ഉണ്ടാവും. അതുപോലെ ന്യൂസുകൾ എന്തോരം ഫേക്ക് വാർത്തകളാണ് വരുന്നത്, എന്തോരം ഫേക്ക് സ്റ്റോറീസ് ആണ് വരുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും കണ്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അത് വിശ്വസിക്കണമെങ്കിൽ ആക്ച്വലി അത് ഫാക്ട് ചെക്ക് നടത്തി നോക്കുക. നിങ്ങൾ അത് കണ്ടുവിടുവാണെങ്കിൽ ഓക്കെ. ഇത് നാളെ എവിടെയെങ്കിലും പോയി ഇതുപോലെ ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതിലോട്ട് വിളമ്പുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഒന്ന്